പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി. ഹരിത കേരള മിഷൻ, നീണ്ടകര പഞ്ചായത്ത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അക്കാദമി എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി അക്കാദമി പരിസരത്തെ 2 ഏക്കർ സ്ഥലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വൃക്ഷത്തൈകൾ നട്ടു. ഹരിത കേരള മിഷൻ, നീണ്ടകര പഞ്ചായത്ത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അക്കാദമി എന്നിവയുടെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് പദ്ധതി നടപ്പാക്കുന്നത്. കൺസ്ട്രക്ഷൻ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് ജീവജാലങ്ങൾ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം. ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളിൽ ജീവജാലങ്ങൾ ഉള്ളത് ഭൂമിയിൽ മാത്രമാണെന്നാണ് നാളിതുവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കുവാനും തുടരാനും കഴിയുന്നത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഒരു പരിസ്ഥിതിയും പ്രകൃതിയും ഭൂമിയിലുള്ളത് കൊണ്ടാണ്. ചൊവ്വയിലേക്ക് നമ്മൾ പരീക്ഷണത്തിന് വിടുന്നുണ്ട്. ചൊവ്വയിലെ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വൃക്ഷങ്ങളൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല. ചന്ദ്രനിൽ പോയപ്പോഴും അത് തന്നെയാണ് ഫലം. അപ്പൊ ആ നിലയിൽ മനോഹരമായ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പരിസ്ഥിതിയും പ്രകൃതിയും ഒരുക്കി തന്നിട്ടുള്ള ഒരു സംവിധാനത്തെ തകർക്കുവാൻ ഭൂമിയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമായ മനുഷ്യൻ ശ്രമിക്കുകയാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യം. നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. കൺസ്ട്രക്ഷൻ അക്കാദമി ഡയറക്ടർ ഡോക്ടർ ബി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. രൂക്ഷമായ കടലാക്രമണമുള്ള ഒരു 8-9 സ്ഥലങ്ങൾ കേരളത്തിന്റെ കോസ്റ്റ് ലൈനിലുണ്ട്. അതിലൊന്നാണ് ചെല്ലാനം. ചെല്ലാനത്ത് ഊരാളുങ്കൽ ULCCSന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അവരെ ഏൽപ്പിച്ച പ്രകാരം ഏകദേശം 7.5 കിലോമീറ്റർ നീളത്തിൽ കടൽ ഭിത്തി കെട്ടുകൊണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചെയർമാൻ ശ്രീ രമേശൻ പാലേരി, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം പ്രസിഡന്റ്, അദ്ദേഹം പറയുകയുണ്ടായി, ഇങ്ങനെ നമ്മൾ കടൽ ഭിത്തി കെട്ടി പോയാൽ നമ്മുടെ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാർഡ്സ് അവിടെ കാണത്തില്ല. അവിടെ നിന്നാണ് ഈ പൊട്ടിച്ചുകൊണ്ട് വരുന്നത്, ഈ പാറയെല്ലാം പൊട്ടിച്ചു കൊണ്ടുവന്നത്. അക്കാദമി ഡെപ്യൂട്ടി ഡയറക്ടർ കെ രാഘവൻ, പഞ്ചായത്ത് അംഗം PR രജിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ U ബേബിരാജൻ, സേതുലക്ഷ്മി, രമ്യ വിനോദ്, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ബീന ദയൻ, പഞ്ചായത്ത് സെക്രട്ടറി മേരിസൺ മൈക്കിൾ തുടങ്ങിയവർ പങ്കെടുത്തു. അക്കാദമി പരിസരത്തെ 2 ഏക്കർ സ്ഥലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ വൃക്ഷത്തൈകൾ നട്ടു. KMML കമ്പനി പരിസരത്ത് 30 ഏക്കർ സ്ഥലത്തും IRE പരിസരത്ത് 12 ഏക്കർ സ്ഥലത്തും തൈകൾ നടും. ചവറ ബ്ലോക്ക് പരിധിയിൽ 50,000 തൈകൾ നടാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.